സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ അടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കൃത്യമായി തന്നെ പഴുതടച്ച സുരക്ഷയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കുന്നു. റോഡിലടക്കം കർശന നിയന്ത്രണം, അതായത് വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ കൃത്യമായ പരിശോധന നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി കൃത്യമായ പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ മറ്റൊരു ഹെലികോപ്റ്റർ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ നിന്നും പിന്നീട് റോഡ് മാർഗമാണ് ഈ ഒരു മേപ്പാടിയിലേക്ക് എത്തുക. മേപ്പാടിയിലേക്ക് എത്തിയ ശേഷം കൃത്യമായി തന്നെ ഈ ബെയിലി പാലത്തിലൂടെ അടക്കം കയറുമെന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ബെയിലി പാലം അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ബെയിലി പാലത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പുഞ്ചിരിമട്ടം ഭാഗത്തിന് അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം ഈ ഒരു പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഈ ക്യാമ്പിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കും എത്തുക. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെ ഹെലികോപ്റ്റർ അടക്കം ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഹെലികോപ്റ്ററിലായിരിക്കണം പ്രധാനമന്ത്രി അടക്കമുള്ളവരുണ്ടാകുക. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ ആരിഫ് ഖാൻ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആളുകളൊക്കെ ഇവിടെ ഓടിക്കൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി എത്തുന്നത്, മുഖ്യമന്ത്രി എത്തുന്നത്, മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പോലീസിന്റെ കൃത്യമായ നിരീക്ഷണമുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകരുടെ കൃത്യമായ നിരീക്ഷണമുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിരീക്ഷണം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ആശ്വാസകിരണമായി, ആശ്വാസത്തിന്റെ ഒരു കൈത്താങ്ങായി പ്രധാനമന്ത്രി ഇതാ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കരങ്ങൾ, തങ്ങളുടെ കരങ്ങൾ എപ്പോഴും ഈ വയനാട്ടുകാരുടെ കൂടെയുണ്ട്, വയനാടൻ ജനതയുടെ കൂടെയുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ദുരിതബാധിത മേഖലയിലുള്ളവരെ തങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു പ്രദേശത്തെത്തുന്നത്. വലിയ പ്രതീക്ഷയിലാണ് വയനാടൻ ജനതയുള്ളത്, വലിയ പ്രതീക്ഷയിലാണ് ഈ ദുരന്തം അനുഭവിച്ചവരുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ എവരുടെയും മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ, സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. തുടർന്ന് ഇവിടെ നിന്നും പിന്നീട് മേപ്പാടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാന്ത്വനമായിക്കൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളുടെ കരങ്ങൾ വയനാട്ടിലെ ചൂരൽമലയിലാണ് തങ്ങളുടെ കണ്ണുകളെല്ലാം, അല്ലെങ്കിൽ മുണ്ടക്കൈയിലാണ് തങ്ങളുടെ കണ്ണുകളെല്ലാം, പുഞ്ചിരിമട്ടത്താണ് തങ്ങളുടെ കണ്ണുകളെല്ലാം എന്നുള്ളതടക്കം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. ജില്ലാ നേതാക്കളടക്കം, BJPയുടെ ജില്ലാ നേതാക്കളടക്കം ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അവരെല്ലാം നീങ്ങുന്ന ഒരു കാഴ്ചയടക്കം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ ഈ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹെലികോപ്റ്ററിലൂടെയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ ഒരു പ്രദേശം സന്ദർശിച്ചത്, അല്ലെങ്കിൽ ഈ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ മേഖലകൾ സന്ദർശിച്ചത് ഈ ഹെലികോപ്റ്ററിന്റെ വിൻഡോയിലൂടെയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. ഇവിടെ നിന്നും പിന്നീട് ഈ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം റോഡ് മാർഗം പിന്നീട് മേപ്പാടിയിലേക്ക് എത്തുകയും മേപ്പാടിയിലെ ദുരന്ത മേഖലകൾ സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ബെയിലി പാലം, സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുമെന്നുള്ളത് ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു. അത്തരത്തിൽ 2 ദിവസത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് അദ്ദേഹം
തീർച്ചയായും പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം ഇറങ്ങിയത് സുരേഷ് ഗോപിയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാന്ത്വനമായി ഇത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹം ഇവിടെ നിന്നും റോഡ് മാർഗം ഈ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മേപ്പാടിയിലേക്ക് എത്തിച്ചേരുവാൻ കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ആ വാഹനത്തിൽ കയറിയായിരിക്കും ഈ റോഡ് മാർഗം മേപ്പാടിയിലേക്ക് എത്തുക. മേപ്പാടിയിൽ എത്തിയ ശേഷം ഈ പ്രദേശങ്ങൾ സന്ദർശിക്കും. വീണ്ടും സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബെയിലി പാലത്തിലടക്കം അദ്ദേഹം കയറുകയും ആ ഒരു സ്ഥലം നിരീക്ഷിക്കുകയും ചെയ്യുന്നുള്ളത് അടക്കമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം വീണ്ടും മേപ്പാടിയിലേക്ക് എത്തുകയും മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രി, അത് വിംസ് ആശുപത്രി അടക്കം സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ അടക്കം സന്ദർശിച്ചുകൊണ്ട് ദുരിതബാധിതരായുള്ള ആളുകളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ കൂടെയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുണ്ട്, ഞാനുണ്ട്, കൂടെയുണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത്